കൾച്ചറൽ ഫാഷിസമാണ് ഈ പറയുന്നത്. കാരണം ഈ നിലക്കുള്ള കവിതയായിട്ട് അംഗീകരിക്കും, അത് കൾച്ചറൽ ഫാഷിസമാണ്. അത് നമ്മൾ പിൻപറ്റാൻ പാടില്ല. എല്ലാവരും എഴുതട്ടെ. എൻ്റെ ആഗ്രഹം ലോക ജനസംഖ്യ മുഴുവൻ കവികളാണെന്നാണ്. മോശമായാലും ആളുകൾ കവികളായാൽ ക്രിമിനലുകൾ ഉണ്ടാവില്ല. ചുരുങ്ങിയ പക്ഷെ അത്രയെങ്കിലും ഗുണമുണ്ടാവും. ഞാനൊക്കെ പറഞ്ഞ പഴയ തലമുറയിലെ കവിയാണ്. ഞാൻ എൻ്റെ ആദ്യത്തെ കവിത അച്ചടിച്ചു വന്നത് 11ാമത്തെ വയസ്സിലാണ്. ആ കണക്കിൽ 53 വർഷമായി. ഇപ്പോൾ പഴയ തലമുറയെ കണ്ടു. ഞാൻ ജീവിച്ചിരിക്കുന്ന മിക്കവാറും വലിയ കവികളുടെ കൂടെ കവികൾ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ഒരു മൂല്യം ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റിയില്ല എന്ന് വെച്ച് സങ്കടപ്പെടേണ്ടതില്ല. ഞാൻ പുതിയ തലമുറയിൽ പ്രത്യാശ അർപ്പിക്കുന്ന ആളാണ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം നിഹാദിനെ പോലെയും വിനോദിനെ പോലെയും ജിതിനെ പോലെയൊക്കെയുള്ള പുതിയ കുട്ടികളുടെ നേതൃത്വത്തിലാണ് ഒരു വലിയ നമ്മൾ ഇവരെ എങ്ങനെ മാറ്റി നിർത്തിയിട്ട് അവരൊന്നിനും പറ്റില്ല, അവരൊക്കെ ഒരു മറ്റേ സൈബർ ലോകത്താണ്, അങ്ങനെയല്ല. അവരിലൊരു പ്രതിഭയുണ്ട്. ഒരു പക്ഷേ മറ്റു നിലയ്ക്ക് മാറ്റി നിർത്തപ്പെട്ട ആളുകളാണ് ഇപ്പോൾ വരുന്നത്. അതൊരു ജനാധിപത്യത്തിൻ്റെ കടന്നുവരവ് തന്നെയാണ്, ജനാധിപത്യത്തിൻ്റെ പൂക്കാലാണ്. ഒരാളുടെ അധികാരത്തെ അനുസരിക്കാതെയാണ് കുട്ടികൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ഭാവുകത്വ അധികാരമുണ്ട്. ഞാനൊക്കെ എഴുതി തുടങ്ങുമ്പോൾ ആധുനികതയുടെ പ്രതീകമാണ്. സാംസ്കാരികതയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പൊ ഈ ഹയർ സെക്കൻഡറി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ വേണ്ടത്ര സ്കൂളുകളിലെ പോകാനും ഇതിനൊരു സമ്മർദ്ദം ചെലുത്താനൊക്കെ പ്രവാസകാല വകുപ്പുകളുടെ സംഘടന നിലത്തും അവരുടെ സാംസ്കാരിക നായകരുടെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ തീർച്ചയായും ഇത് വേണ്ടതാണ്. മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ പുരോഗതി അത്ഭുതകരമാണ്. കാരണം പണ്ടൊരിക്കലൊരു മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയിലെ കുട്ടികളെ നല്ലതാണ് 60,000 പേരെ കൂട്ടിച്ചേർന്ന് പ്രസ്ഥാനം ഉണ്ടാക്കി കേരള